നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഒരു ഡിസൈനറിനെ ഹയർ ചെയ്യുമ്പോൾ അവർ ജനറൽ ഡിസൈനർ ആണോ ബ്രാൻഡ് ഡിസൈനർ ആണോ എന്നുള്ള വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും വേസ്റ്റ് ആയിരിക്കും. ആദ്യം നമുക്ക് ജനറൽ ഡിസൈനർ എന്താ നോക്കാം. ഇവരൊരു ബിസിനസിന്റെ ഡെയിലി ക്രിയേറ്റീവ് പാർട്ണറാണ്. നിങ്ങൾക്ക് ദിവസേന ആവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, വെബ് ബാനേഴ്സ്, ബ്രൗഷർ, പ്രസന്റേഷൻ ഇതെല്ലാം ഇവർ കൃത്യമായി വേഗത്തിൽ ഭംഗിയായിട്ട് ചെയ്തു തരാൻ പറ്റും. നിങ്ങളുടെ ബിസിനസിന്റെ ഡെയിലി മാർക്കറ്റിംഗ് റണ്ണായി പോകാൻ ഒരു ജനറൽ ഡിസൈനർ അത്യാവശ്യമാണ്. എന്നാൽ ബ്രാൻഡ് ഡിസൈനർ കംപ്ലീറ്റ് ആയിട്ട് വ്യത്യസ്തമാണ്. ഇവർ ഒരു ബിസിനസിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ റീബ്രാൻഡിംഗ് സമയത്തോ ആയിരിക്കും കടന്നു വരുന്നത്. ഇവരുടെ ലോഗോ മാത്രമല്ല ചെയ്യുന്നത്. ലോഗോ, ടൈപ്പോഗ്രഫി, പ്രസന്റേഷൻ, കളർ പാറ്റേൺ, വിഷ്വൽ സ്റ്റൈൽ വരും വർഷങ്ങളിൽ നിങ്ങളുടെ ബ്രാൻഡിനെ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെ പതിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും സ്ട്രാറ്റജിയും ഇവർ തയ്യാറാക്കി തരും. നിങ്ങളുടെ ബ്രാൻഡിന്റെ DNA അല്ലെങ്കിൽ അടിത്തറ ബിൽഡ് ചെയ്യുന്നത് ഒരു ബ്രാൻഡ് ഡിസൈനർ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു വീട് പണിയുമ്പോൾ അതിന്റെ സ്കെച്ചും പ്ലാനും ഡിസൈനും ഒക്കെ ചെയ്തു തരുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് ബ്രാൻഡ് ഡിസൈനർ. ആ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്ന ആളാണ് ജനറൽ ഡിസൈനർ. നിങ്ങളുടെ ബിസിനസ്സിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് ജനറൽ ഡിസൈനർ ആണോ ബ്രാൻഡ് ഡിസൈനർ ആണോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി ഡിസൈനർ ആണെന്നും കൂടെ താഴെ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ആൻഡ് കീപ് വാച്ചിങ്. ദിസ് ഇസ് മീ, ജിതിൻ.